ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ബ്യൂട്ടി വ്ളോഗാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ അവിടെ കയറിയപ്പോഴേക്കും പിന്നെ ത്രെഡിങ് കഴിഞ്ഞപ്പോൾ ഹെയർ കട്ട് പറഞ്ഞപ്പോൾ ഹെയർ കളറിങ് ഒന്ന് ചെയ്താലോ. കുറേ ആയി വിചാരിക്കണം, വേറെ പോയിട്ടില്ല, മടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ചെയ്തു. പിന്നെ ലെയർ കട്ട്, ഹെയർ കളറിങ്, ത്രെഡിങ് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ ചോദിച്ചു ഡീറ്റൈൻ ചെയ്യണോ. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ ഡീറ്റൈൻ, ഓക്കെ അതും പറഞ്ഞു. അങ്ങനെ ഒരു ത്രെഡിങ് ചെയ്യാൻ വേണ്ടി കയറി ഞാൻ. ഇത്രയും പരിപാടികൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയത്. പക്ഷെ നമ്മൾ അത് ഇടയ്ക്ക് നമ്മളിത് ചെയ്യണം. വൺസ് ഇൻ ഇയറെങ്കിലും അത് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഫുള്ള് റിലാക്സിങ് ആവും നമുക്ക്. നല്ലൊരു കാര്യമാണ്. ഡീറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും ചോദിച്ചു ക്ലീനപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. അവിടെ ഞാൻ പിന്നെ ബ്ലോക്ക് ചെയ്തു. എന്തായാലും പാർലറിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് കളറിങ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുവാണ്. അവർ കുറേ ഷെയ്ഡ്സൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്കൊരു റെഡിഷ് ഷെയ്ഡാണ് ഇഷ്ടമായത്. പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ അവർ പറഞ്ഞു ഒരു ബ്രൗൺ കളറുള്ള അതായിരിക്കും മാഡത്തിന് യോജിക്കുക, മാഡത്തിൻ്റെ ഹെയറിന് അതായിരിക്കും യോജിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൺഫ്യൂസായി. എന്തായാലും പിന്നെ അവർ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ റെഡായ ബോറായാലോ വെച്ചിട്ട് എന്താണ് പിന്നെ ആ കുറേ നമ്മൾ പറഞ്ഞു ചെയ്തു കേട്ടോ. നല്ല കംഫർട്ടബിളായിരുന്നു, നല്ല സർവീസൊക്കെയാണ് അവരുടെ. അപ്പം ഞാൻ 5 സ്ട്രീറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പം നല്ല റിലാക്സിങ് ആയിട്ട് നമുക്കവർ ചെയ്തു തന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഹെയറിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹെയറിൽ എന്ത് ചെയ്യാനും എനിക്ക് യാതൊരു മടിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലുക്സ് മാറ്റണമെങ്കിൽ ഹെയറിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലാണ് അതാണ് ഫൈനൽ ലുക്ക്. നോക്കി എന്ത് രസം, എനിക്ക് എന്ത് ഇഷ്ടമായെന്നറിയോ. നമ്മുടെ ലുക്സിൽ നല്ല മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി, ലുക്സ് എൻ്റർലി ഡിഫറെൻ്റ് ആവും.